ഹായ്, ഇന്ന് ഞങ്ങൾ തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി, മുഴപ്പിലങ്ങാട് ആ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലിപ്പോൾ പുറത്തിറങ്ങാൻ മാസ്ക് നിർബന്ധമാണ്, അതുകൊണ്ട് ഇത് അഴിക്കാൻ പറ്റില്ല. എവിടുന്ന പോലീസ് പിടിക്കാമെന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോളം ഉണ്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക്. ഇപ്പോൾ സമയം ഒരു 4 മണി ആവുന്നുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ചിലെ വിശേഷങ്ങളും അങ്ങോട്ടുള്ള യാത്രയിലെ കാഴ്ചകളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ആൻസോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സ്വന്തം കൂത്തുപറമ്പ് ടൗണിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും വയനാടിൽ നിന്ന് തലശ്ശേരി കണ്ണൂരേക്ക് ഭാഗത്തേക്ക് വരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ടൗണാണ് കൂത്തുപറമ്പ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും കൂത്തുപറമ്പിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കണ്ണൂരേക്കോ തലശ്ശേരിയേക്കോ പോകേണ്ടത്. ഇവിടുന്ന് ഡൈവേർഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ തലശ്ശേരിക്ക് പോകാം. ഇപ്പോൾ തലശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി എത്തിയിട്ട് വേണം നമുക്ക് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തലശ്ശേരി എത്താനായി. ഇത് തലശ്ശേരി ഓവർ ബ്രിഡ്ജാണ്, റെയിൽവേ ഓവർ ബ്രിഡ്ജ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രെയിനിൽ വരുന്നവർക്ക് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ, തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഈ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ നിന്ന് കണ്ണൂർ ബസ് പിടിക്കുകയാണെങ്കിൽ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഈസി ആയിട്ട് എത്താം. അപ്പോൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങിയിട്ട് അവിടെ നിന്നും മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വരാം. തലശ്ശേരി നിന്നായിരിക്കും കുറച്ചുകൂടി അടുത്ത്. അപ്പോൾ നമ്മൾ തലശ്ശേരി ടൗണിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ കാണുന്ന റോഡ് ഇത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡാണ്. അതിപ്പോഴും ആ റോഡ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് വർഷം മുന്നെയാണ് ഇത് റീടാറിങ് ചെയ്തത്. അതുവരെ ഇത്ര കാലമായിട്ട് അവർ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡ് അതുപോലെ ഇരുന്നു, ഒരു പ്രശ്നവും ഇല്ലാതെ. നമ്മൾ തലശ്ശേരി എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നിൽ തന്നെ കടൽ കാണാൻ പറ്റും. ഇവിടുന്ന് മുതൽ കടലിൻ്റെ കാഴ്ചകൾ അങ്ങ് തുടങ്ങുകയാണ്. ശരിക്കും ഇപ്പോൾ ഇതാ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെ കടൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. എന്തായാലും ഇത് ഈ വഴിയിൽ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ കാണാം തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലാണ്. ഇവിടെ തലശ്ശേരിയുള്ള മെയിനായിട്ടുള്ളൊരു ഹോസ്പിറ്റലാണിത്. അപ്പോൾ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള വഴിയിലാണ്, കണ്ണൂർ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തലശ്ശേരി കണ്ണൂർ മെയിൻ റോഡിൽ നിന്ന് മാറി ബീച്ചിലേക്കുള്ള ചെറിയ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ബീച്ച് റോഡാണിത്. ബീച്ചിലേക്ക് നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ച് എത്താറായി. ഇവിടെ സാധാരണ എൻട്രി ഫീ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. കൊറോണ ആയതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ടോ എന്നും അറിയില്ല. ഇപ്പോൾ ഓപ്പണാണ്, കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. ചില്ലറിയില്ല കേട്ടോ. എത്ര മണി വരെയാന്നുണ്ടോ ഉള്ളില് സമയം? അങ്ങനെയൊന്നുമില്ലല്ലോ. 40 രൂപയാണ് ഇവിടെ 4 വീലറിന് എൻട്രി ഫീ. പിന്നെ ടൈമിംഗ് ഒന്നും ഇല്ല. എത്ര സമയം വേണമെങ്കിലും സൺസെറ്റ് കഴിഞ്ഞ് രാത്രിയാവുന്നവർ ഇവിടെ നിൽക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമാണ് വണ്ടി ഓടിച്ച് കളിക്കാൻ. എന്താ നോക്കിയേ, കടൽ തീരത്തൂടെ വണ്ടി ഓടിക്കാൻ അതൊരു വേറൊരു ഫീലാണ്, ഒരു രസം തന്നെയാണ്. ഇത് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണിത്. ഇതാ ഈ ബീച്ചിലൂടെ നമുക്കിങ്ങനെ കാർ ഓടിച്ച് ഇഷ്ടം പോലെ പോകാം. ഏകദേശം 5.5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന കടൽ തീരമാണിത്. നമുക്ക് ഈ ബീച്ചിലൂടെ അത്രയും ദൂരം നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. അപ്പോൾ ഭയങ്കര ഒരു രസമാണ് ഈ കടൽ തീരത്തൂടെ വണ്ടി ഓടിക്കാൻ. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ഇവിടെ ഒരുപാട് പേര് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നുണ്ട്. വെറുതെ വണ്ടി ഓടിക്കാൻ ഒരു രസത്തിന് ഈവനിങ് ഡ്രൈവ് ചെയ്യാൻ വരുന്നവരുണ്ട്, കളിക്കാൻ വരുന്നവരുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഫുട്ബോൾ കളിക്കാനൊക്കെ ഇവിടെ കുറേ പേര് വന്ന് വൈകുന്നേരങ്ങളിൽ കളിക്കുന്നുണ്ട്. ഫുട്ബോളും വോളിബോളൊക്കെ കളിക്കാം. പിന്നെ വെറുതെ വർത്തമാനം പറഞ്ഞ് നടക്കാനുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ടാവും. വെറുതെ ഇരിക്കാൻ, സൺസെറ്റ് കാണാൻ നമ്മളെപ്പോലെ ഇങ്ങനെ വന്നിരിക്കാം. അതിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കൊറോണ ആയിട്ടും ആൾക്കാർ ഇത്രയും ആൾക്കാർ വരുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞങ്ങൾ
വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. ശരിക്കും സൺസെറ്റ് കാണാൻ ഇവിടെ ഭയങ്കര രസമാണ്. ഡ്രൈവ് ചെയ്യുന്ന കൂടാതെ ഇവിടെ കടൽ തീരത്ത് ഇങ്ങനെ വന്നിരിക്കാനൊരു രസം തന്നെയാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വെള്ളത്തിലേക്കൊന്നും ഇറക്കി പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് ഇത് മണ്ണിൽ അമർന്നു പോകാൻ ചാൻസ് ഉണ്ട് വെള്ളത്തിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെ മേലെ സൈഡിലോട്ടാണ് നമ്മളും പാർക്ക് ചെയ്തത്. പിന്നെ ഇതാ നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. പൂഴി അങ്ങനെ കാലിൽ പുതയുന്ന ടൈപ്പ് പൂഴിയല്ല. അതുകൊണ്ടാണ് ഇവിടെ ഡ്രൈവിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഒരു ഭംഗി. ആ സൺസെറ്റും കൂടി ആയപ്പോൾ ഭയങ്കര രസം. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ഏറ്റവും അടിപൊളി ഒരു സ്ഥലമാണ് ഇത് കേട്ടോ, മുഴപ്പിലങ്ങാട് ബീച്ച്. ഞാനൊക്കെ ശരിക്കും ഡ്രൈവിംഗ് പഠിച്ചത് ഇവിടെ നിന്നാണ്. വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓടിച്ച് ആണ് ശരിക്കും ഡ്രൈവിംഗ് പഠിച്ചത്. ദർശനം ഇനി കടലിലേക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ കടലിൽ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ഈവനിങ്ങിൽ കടൽ തീരത്തേക്കും എന്തായാലും കടലിലിറങ്ങി കളിക്കാനൊക്കെ ഒരു തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് ഏറ്റവും നല്ല പറ്റിയൊരു സ്ഥലമാണിത്. വണ്ടിയും കൊണ്ട് വരിക, ഇവിടെ പാർക്ക് ചെയ്യുക, എൻജോയ് ചെയ്യുക. സാധാരണ ഈവനിങ്ങളിൽ ഇവിടെ നല്ല ആൾക്കാരുണ്ടാവും. ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡാണ്. ഇപ്പോഴും കുഴപ്പമില്ല, ആൾക്കാരുണ്ടല്ലോ. ഏകദേശം നല്ല ആൾക്കാരുണ്ട്. കൊറോണയായിട്ടും ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു സ്ഥലമാണിത്. ഈവനിങ് സൺസെറ്റ് കാണാൻ തലശ്ശേരിയിൽ ഇതുപോലെ വേറൊരു സ്ഥലമില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് ഈവനിങ് നന്നായി എൻജോയ് ചെയ്യാം ഫാമിലിയുടെ കൂടെ. അതുകൊണ്ട് എന്തായാലും എല്ലാവരും തലശ്ശേരി വരുന്നവർ ഒരു പ്രാവശ്യം വരണം തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇവിടെ വരുന്നവർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വണ്ടി ഒരിക്കലും അങ്ങ് വെള്ളത്തിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങ് മുകളിലോട്ട് പാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് അമർന്നു പോകാൻ ചാൻസ് ഉണ്ട് അവിടെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ. പിന്നെ വണ്ടി വെള്ളത്തിൽ ഇറക്കി ഓടിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഇതിന് ശേഷം തിരിച്ചു പോയതിനു ശേഷം നിങ്ങളൊന്ന് ഫുൾ വാട്ടർ സർവീസ് ചെയ്യാൻ നോക്കുക. അത് അല്ലെങ്കിൽ ഈ ഉപ്പ് വെള്ളം തട്ടിയിട്ട് വണ്ടിയുടെ ലൈഫ് ശരിക്കും കുറയും എന്ന് തന്നെ പറയാം. അതുകൊണ്ട് വണ്ടി മാക്സിമം വെള്ളത്തിൽ ഇറക്കി ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ ഇറക്കി ഓടിക്കുകയാണെങ്കിൽ തന്നെ അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അപ്പോൾ തിരിച്ചു പോയാൽ അപ്പോൾ തന്നെ ഫുൾ വാട്ടർ സർവീസ്, നന്നായി വാട്ടർ സർവീസ് ചെയ്യുക. പിന്നെ ഇവിടെ 20 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കാൻ പെർമിറ്റ് ഉള്ളത്. അതിൽ കൂടുതൽ കുറച്ച് സ്പീഡൊക്കെ ആകാം. പക്ഷേ ഓവർ സ്പീഡിങ് അല്ലെങ്കിൽ എന്താ പറയുക ചേസിങ് അങ്ങനത്തെ ഒന്നും നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പോലീസ് പെട്രോളിംഗ് ഉണ്ട്, അവർ പിടിച്ച് നല്ല ഫൈൻ അടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വണ്ടി ഓടിച്ച് പഠിക്കുന്നതിനൊക്കെ ഒന്നും കുഴപ്പമില്ല. നന്നായി വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ പഠിക്കുമ്പോൾ സൈഡിലൂടെ നടക്കുന്ന കാൽനട യാത്രക്കാരെ ശ്രദ്ധിച്ചിട്ട് ഓടിക്കുക. അങ്ങനെ സൂര്യൻ കടലിലേക്ക് താണു കഴിഞ്ഞു. ഇപ്പോൾ ഇരുടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ കാഴ്ചകളും അവിടെയുള്ള വിശേഷങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തലശ്ശേരി കണ്ണൂർ ഭാഗത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക. മുഴപ്പിലങ്ങാട് ബീച്ച് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഡ്രൈവിംഗ് ബീച്ചാണ്. ഇവിടെ വന്ന് വണ്ടി ഓടിച്ച് ഈവനിങ് എൻജോയ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു ഫീല് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.